ഹായ് ഹലോ, നിങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ആരെങ്കിലും ഞെട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു അടിപൊളി ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഓൾറെഡി ഭൂമിയിലുണ്ട്, ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മലായി ചിക്കൻ. ഒരു പാൻ വയ്ക്കുക, അതിനകത്തേക്ക് കുറച്ച് ബട്ടർ, കുറച്ച് എണ്ണ. ഇനിയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സവാള, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇടുക. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് ഒരു പരുവാകുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ അടുത്ത ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇടുക. ഒരു ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക. കാരണം ഞാനിത് മിക്സിയിലിട്ട് അരയ്ക്കുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല ഒണിയനൊക്കെ നല്ല ക്രിസ്പി അങ്ങനെ ആയി വന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും കുരുമുളകും കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ആരും ദൈവത്തോർത്ത് ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും. ചിക്കനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പം ഞാൻ ഇടാൻ പോകുന്ന അടുത്ത ഐറ്റമാണ് ഇതെന്താ, ഒരു സ്പൂൺ തൈര് ഇതിനകത്തേക്ക് ഇടുക. ഇനി ഈ സമയത്ത് ഒരു 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 പിഞ്ച് ജീരകം, ചെറിയ ജീരകമില്ലേ, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന കുഞ്ഞ് ജീരകം ഒരു 3-4 കൂടരുത്, 3-4 ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടി ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഇത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്ന വരെ മൂടി വയ്ക്കുക. ഇത് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പയ്യെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് വരാൻ തുടങ്ങും. ഈ വെള്ളം മതി ശരിക്കും നമുക്ക്, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കസൂരി മെത്തി. ഇതില്ലാതെ ഈ സാധനം ആരുണ്ടാക്കിയാലും ഒരു മെനകെട്ട ചുവയായിരിക്കും. അതുകൊണ്ട് ആരും ഇതില്ലാണ്ട് ഇതുണ്ടാക്കരുത്. കസൂരി മേത്തി എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അടുത്ത സാധനമാണ് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എന്നൊക്കെ പറയുന്ന ഈ ഐറ്റം. ഇതില്ലാത്തവർക്ക് ഫസ്റ്റ് നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് കാഷ്യൂനട്ട് അരച്ച് ഇതിനകത്ത് ചേർക്കാം. ഓക്കെ, ആ സമയത്ത് ഇതില്ലാത്തവർക്കാണ് കാഷ്യൂനട്ട്, ഇതുള്ളവർക്ക് ഇത് ഒഴിക്കാം. കാഷ്യൂനട്ടും ഇതുള്ളവർക്ക് അത് രണ്ടും അരച്ച് ചേർക്കുകയും ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതും കൂടെ ഒഴിച്ചു. ഇനി ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉപ്പ്, എരിവ് ഒക്കെ നോക്കുക. എരിവില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഈ സാധനങ്ങളൊന്നും ഇടരുത്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഈ സംഭവം മൂടി വെച്ചൊന്ന് തിളപ്പിക്കുക. കറി റെഡി, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി, നാന്, പൊറോട്ട, ബ്രെഡ് ഇതിനൊക്കെ കൂടെ കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമുക്ക് നിർത്താനേ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചൂടാക്കി കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആകെപ്പാടെ 2-3 മിനിറ്റേ ഉള്ളൂ ഈ വീഡിയോ, അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഈ സവോള ഇതുമൊക്കെയാണ്, അൽക്കുലത്ത് കുറച്ച് സാധനങ്ങൾ, പിന്നെ ഫ്രഷ് ക്രീമാണ് ആകെ ഇതിനകത്തൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെയാണ് ഞങ്ങളിത് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ, ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ.